So guys, let's discuss about copyright. What is copyright? കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടേതല്ലാത്ത വീഡിയോസോ ആഡിയോസോ യൂസ് ചെയ്ത് നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ് കോപ്പിറൈറ്റ്. ഇപ്പോൾ കോപ്പിറൈറ്റ് ഒരു സിനിമ പാട്ട് നിങ്ങൾ അങ്ങനെ എടുത്ത് നിങ്ങളുടെ വീഡിയോയിൽ ചേർത്തിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടും. അല്ലെങ്കിൽ നോൺ ഷോർട്സ് പോളിസി ആയിരിക്കും കാണിക്കുന്നത്, പക്ഷേ കോപ്പിറൈറ്റ് ആയിരിക്കില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോപ്പിറൈറ്റ് ഉള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ കോപ്പിറൈറ്റ് ടൂൾ വെച്ചിട്ടുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാട്ട് പാടിയ ആളാണ്, ആ പാട്ട് പാടിയ ആളിൻ്റെ അനുവാദമില്ലാതെ നമ്മൾ മ്യൂസിക് നമ്മുടെ വീഡിയോയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പിറൈറ്റ് തരുന്നതാണ്. കോപ്പിറൈറ്റ് രണ്ട് തരമുണ്ട്, കോപ്പിറൈറ്റ് ക്ലെയിമും ഉണ്ട്, കോപ്പിറൈറ്റ് സ്ട്രൈക്കും ഉണ്ട്. കോപ്പിറൈറ്റ് ക്ലെയിം ആണെങ്കിൽ പേടിക്കേണ്ടതില്ല, വലിയ കാര്യങ്ങളൊന്നും അഫക്റ്റ് ചെയ്യില്ലെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വ്യൂസ് കുറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ വ്യൂസ് 955 കയറി, കുറച്ച് കഴിയുമ്പോൾ 950, അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത കാലയളവിൽ 3 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് പെർമനൻ്റായിട്ട് ടെർമിനേറ്റ് ആയി പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്താ, കോപ്പിറൈറ്റ് ക്ലെയിം എന്താ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഗായ്സിന് കോപ്പിറൈറ്റ് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. നമുക്കിവിടെ റെസ്ട്രിക്ഷൻസിൽ കോപ്പിറൈറ്റ് എന്ന് കാണാൻ സാധിക്കുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റിവ്യൂ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏതിലാണ് നമുക്ക് കിട്ടിയത് കോപ്പിറൈറ്റ് എന്ന് അറിയാൻ പറ്റും. ഇവിടെ ഡീറ്റെയിൽസ് കാണിക്കും, ആഡിയോ ഏതാണ്, കണ്ടൻറ്റ് ഓണർ. വേണമെങ്കിൽ ഇത് നമുക്ക് മാറ്റാൻ വേണ്ടി എറേസ് സോങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോപ്പിറൈറ്റ് മാറുന്നതാണ്. ഇനി അടുത്തായി നമുക്ക് വേറെ ഒരു കോപ്പിറൈറ്റിൻ്റെ വീഡിയോ നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വിസിബിലിറ്റി പാർഷ്യലി ബ്ലോക്കഡ് എന്നാണ് കാണിക്കുന്നത്. റെസ്ട്രിക്ഷൻസിൽ കോപ്പിറൈറ്റും ഉണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഈ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് പ്രൈവറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.